ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമൻ്റെ മൂത്ത അനുജനായ ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ഭരതക്ഷേത്രം. അതിപുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമൻ്റെ സഹോദരനുമായ ഭരതൻ്റെ അഥവാ സംഗമേശ്വരൻ്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. കിഴക്കോട്ടാണ് ദർശനം. പ്രതിഷ്ഠയ്ക്ക് ഏകദേശം ഒരാൾ പൊക്കമുണ്ട്. കോദണ്ഡവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകൾ ഇല്ല എന്നത് ഒരു പ്രത്യേകതയാണ്. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം ഭരതക്ഷേത്രം. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത്. അതുപോലെ തന്നെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലും പായമ്മൽ ക്ഷേത്രത്തിലും തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലുമുള്ള വിഗ്രഹങ്ങൾ. ദ്വാപര യുഗാന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലടിച്ചു പോയപ്പോൾ അവിടെ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ 5 വിഗ്രഹങ്ങൾ മാത്രമായിരുന്നു. അവയിലെ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗാരംഭത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഇടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. എന്നാൽ ദശരഥപുത്രന്മാരുടെ വിഗ്രഹം ഒരുപാട് കാലം കടലിനടിയിൽ കിടന്നു. ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവരുടെ വലയിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി. അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടികയിലെ പ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളിനെ ഏൽപ്പിച്ചു. ഒരു ജ്യോത്സ്യൻ കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി. ശ്രീരാമൻ്റെ വിഗ്രഹം കരിവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിക്കരയിലും ഭരതൻ്റെ വിഗ്രഹം കുലീബിനി തീർത്ഥക്കരയിലെ കൂടൽമാണിക്യത്തും ലക്ഷ്മണ വിഗ്രഹം ചാലക്കുടി പുഴയുടെ കരയായ മൂഴിക്കുളത്തും ശത്രുഘ്നൻ്റെ വിഗ്രഹം കൂടൽമാണിക്യത്തിനടുത്ത് പായമ്മലിലും പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീബിനി എന്ന മഹർഷി കുറേ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു. മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം. അന്നുപയോഗിച്ച ഹോമകുണ്ഡങ്ങളിൽ ഒന്നാണ് കുലീബിനി തീർത്ഥത്തിൽ ഇന്നും കാണുന്നത് എന്നും വിശ്വസിക്കുന്നു. യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത്. മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ചെയ്തുകൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്ത് അനുഗ്രഹിച്ചു. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീബിനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിനു ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായതെന്നാണ് വിശ്വാസം.
മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ടായി വരത്തക്ക വിധം 11 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് താമരമാല, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം, കൂത്ത്, അവിൽ നിവേദ്യം, നെയ്വിളക്ക്, വെടിവഴിപാട് തുടങ്ങിയവ. അഭീഷ്ടസിദ്ധിക്കും സൽസന്താന ലബ്ധിക്കും വേണ്ടിയും കൂത്തുവഴിപാട് നടത്താറുണ്ട്. കുംഭമാസത്തിലെ പുണർദം നാളിലെ പ്രതിഷ്ഠാദിനവും കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണവും നാലമ്പല തീർത്ഥാടനവും തുലാമാസത്തിലെ മുക്കിടി നിവേദ്യവും വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലവും കുംഭമാസത്തിലെ പുണർദം നാളിലെ കുലീബിനി തീർത്ഥക്കരയിലെ പൊഞ്ഞനം ഭഗവതിയുടെ ആറാട്ടും ധനു 1 മുതൽ 7 വരെ നടക്കുന്ന യജൂർവേദ ലക്ഷാർച്ചനയും കന്നിമാസത്തിലെ വിനായക ചതുർത്ഥിയും ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങളാണ്. തൃശ്ശൂർ എറണാകുളം നാഷണൽ ഹൈവേയിൽ ചാലക്കുടിയിൽ നിന്നും ഇരിങ്ങാലക്കുട റൂട്ടിൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.